നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വയനാട് എന്തൊരു കാപഢ്യമാണ്. എന്നാണിത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു. അവിടെ വെള്ളമില്ല, കറണ്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നിപ്പോൾ പറയുന്നത്. ഉള്ളതിന് ചോർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോർച്ച പരിശോധിക്കേണ്ട ആൾ മന്ത്രിയല്ല, മന്ത്രിയുടെ ജോലിയല്ല അത്. മന്ത്രി എന്താ എക്സ്പേർട്ടാണ് ചോർച്ച പരിശോധിക്കാൻ? ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയർമാരാണ്. ചോർച്ച ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത്. ആ ചോർച്ച പരിശോധിക്കണം. ഇപ്പോഴും ആളുകൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ രാഹുൽ ഗാന്ധി കല്ലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പണി തുടങ്ങിയില്ല എന്നാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല ആ വീട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപഢ്യമായിരുന്ന ഉദ്ഘാടനം. പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കി പിറ്റേ ദിവസം താക്കോൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എത്ര ദിവസമായി ഉദ്ഘാടനം നടത്തിയിട്ട്? ഉദ്ഘാടനം നടത്തിയത് തന്നെ കാപഢ്യമാണ്. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പോൾ ഒരാൾക്ക് പോലും അതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ അപ്പോൾ ആരാണ് കളിപ്പിച്ചത്? ഞങ്ങളെക്കുറിച്ച് എന്താ ആക്ഷേപിച്ചത്? രാഹുൽ ഗാന്ധി കല്ലിട്ടതിൻ്റെ പിറ്റേ ദിവസം പണി തുടങ്ങിയില്ല അല്ലേ? അതല്ലേ ആക്ഷേപിച്ചത്. അപ്പോൾ ഇവർ ഉദ്ഘാടനം ചെയ്തെടുത്ത ആൾ താമസവും തുടങ്ങിയിട്ടില്ല. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി. എന്ത് നാടകമാണ്, എന്ത് നാടകമാണ്! മന്ത്രിയാണോ മേശയുടെ പുറത്ത് കയറിയിട്ട്? മന്ത്രിയാണോ ചോർച്ച ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത്? പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ആ മന്ത്രിമാരാണോ? ഇപ്പോൾ പാലം വീണോ പരിശോധിക്കുന്ന മന്ത്രിയാണോ? മന്ത്രി ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. ഇത് തന്നെ ഏച്ചു കെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഞാൻ പറയല്ലോ, കാലം ഇതിനെല്ലാം കണക്ക് ചോദിക്കും. തെറ്റായ പ്രചരണങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയതിൻ്റെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരിക. അത് പുറത്തു വരും. ഇനിയുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ.